കണ്ടത് ആർക്കാർക്കുമായിട്ടാണ് ബന്ധം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിരുന്നു. ഞാൻ താങ്കളിലേക്ക് വരാം. എനിക്ക് ജയരാജിലേക്ക് ഒന്ന് പോയിട്ട് വരാം. ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ ജയരാജ് ഞാൻ പറയട്ടെ അരുണെ 977 കൂത്തുപറമ്പിൽ ജനസംഘത്തിന്റെ പേരിൽ പിന്തുണയോടുകൂടി MLA ആയ നേതാവിന്റെ പേര് പിണറായി വിജയൻ എന്നാണ്. ഈ RSSന്റെ ലാൽകൃഷ്ണ അഡ്വാനിയുമായി പാലക്കാട് ഒത്തുചേർന്ന് മത്സരിക്കുകയും ആ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ ലാൽകൃഷ്ണ അഡ്വാനി ശിവദാസ മേനോന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലേക്ക് വന്നതും CPMന്റെ നേതൃത്വത്തിന് വേണ്ടിയാണ്. ഞങ്ങളെ ജയിപ്പിക്കാനല്ല വന്നിട്ടുള്ളത്. പല ഘട്ടത്തിലും RSSുമായി രാഷ്ട്രീയ ധാരണ ഉണ്ടാക്കിയതാര, ശ്രീ എമ്മുമായി ചർച്ച നടത്തിയതാര, മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക കാറിലല്ലാതെ എന്തിനാണ് കുമ്മനം രാജശേഖരനും വത്സൻ തില്ലങ്കേരിയുമായി ചർച്ച നടത്തിയത്? ഈ നാട്ടിലൊക്കെ ചർച്ച നടത്തിയത് എന്തിനാ? ഇവരൊക്കെ പോയതല്ലേ. RSSുമായി ഏതെങ്കിലും അത്തരത്തിൽ നിലപാടിലേക്ക് പിണറായി വിജയൻ പോയിട്ടുണ്ടോ? ഇപ്പോ അവർക്ക് വഴിവിട്ട് കുമ്പിട്ട് അവരെ മുമ്പിൽ വിനീതദാസനായി നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറിയിരിക്കുന്നു. RSS ഭരിക്കുന്ന കേരളമാണ് ഇന്ന് കേരളം. അതിന് ഉപയോഗിക്കുന്ന ഒരു ചട്ടുകമായി അജിത് കുമാറിനെ മാറ്റിയിരിക്കുന്നു. പിണറായി വിജയനും CPMനും മിണ്ടാട്ടമില്ല. ഷാഹിക്ക് കാവൽ നിന്ന ഒരേ ഒരു KPCC പ്രസിഡന്റ്. അതെ, ഞാൻ പറയട്ടെ. അതെ പിന്നെ ശ്രീ അരുണെ, ശ്രീ K സുധാകരൻ പറഞ്ഞൊരു കാര്യമുണ്ട്, താങ്കൾ മറന്നു പോകരുത്. താങ്കൾ മാധ്യമപ്രവർത്തകല്ലേ? ഞാൻ സംഘടനാ കോൺഗ്രസിലുള്ള സമയത്ത്, സംഘടനാ കോൺഗ്രസ് അന്ന് കോൺഗ്രസിന്റെ കൂടെ ആയിരുന്നോ? അദ്ദേഹം കോൺഗ്രസിൽ വന്നിട്ട് ഞാൻ RSSന് കാവൽ ചെയ്തു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? സംഘടനാ കോൺഗ്രസ് സംഘടനാ കോൺഗ്രസ് CPM ഒക്കെ ഒന്നിച്ചു പോയിട്ടുണ്ടല്ലോ. കാവൽ നിൽക്കാൻ മനസ്സുള്ള വ്യക്തിയാണല്ലോ KPCC പ്രസിഡന്റ്. അദ്ദേഹം അതിൽ നിന്ന് മുക്തനായിട്ടൊന്നുമില്ലല്ലോ. അല്ല, ഞാൻ പറയട്ടെ, അന്നത്തെ രാഷ്ട്രീയ അന്ന് RSSന്റെ വോട്ട് വാങ്ങി കേരളത്തിലെ MLA ആയിട്ടില്ലേ പിണറായി വിജയൻ? ജയിച്ച് നിയമസഭയിൽ പോയില്ല, അത് പ്രശ്നമല്ലേ? ഞാനത് തിരിച്ചു പറഞ്ഞതേ. RSSന്റെ വോട്ട് വാങ്ങി ജയിച്ച് MLA ആയ പിണറായി വിജയനോ ബന്ധപ്പെട്ട രാഷ്ട്രീയ ചോദ്യമാണ്. വോട്ട് വാങ്ങി MLA RSSന്റെ ഭാവിക്കൊടിയും ചെങ്കൊടിയും മനസ്സിലായി. കമ്മ്യൂണിസ്റ്റ് ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി കാവൽ നിന്നു എന്നൊരു ചെങ്കൊടിയും കൂട്ടിക്കെട്ടി മത്സരിച്ച് ജയിച്ചവരാണോ അദ്ദേഹത്തിന്റെ പക്ഷം? പ്രേക്ഷകർക്ക് വിട്ടുകൊടുക്കാം. റിജിൽ, ഞാൻ ഒന്ന് ജയരാജിലേക്ക് കൂടി പോയി വരാം. ജയരാജ്, ഇന്നിപ്പോൾ ഗോവ ഗവർണറും ഒപ്പം തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഉൾപ്പെടെ കണ്ണൂർ വന്ന് ചോദിച്ച ചോദ്യം, സുധാകരൻ RSS പോവോ കാവലില്ലേ? 1,00,000 അതിനേക്കാളും വലിയ വോട്ടിനാ K സുധാകരനെ കണ്ണൂരിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത്. അതുകൊണ്ട് ജനങ്ങൾ കാണട്ടെ, പ്രേക്ഷകർ കാണിക്കേണ്ട. അമ്മാതിരി ഉമ്മാക്കൊന്നും വേണ്ട. ജയിപ്പിച്ചിട്ടുണ്ട് കേട്ടോ, കണ്ണൂരിലെ ജനങ്ങൾ ജയിപ്പിച്ചിട്ടുണ്ട്. ശരി,